പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്ത് നമ്മൾ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോകസഭയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അഥവാ രാജ്യസഭ എന്താണ്, രാജ്യസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ രാജ്യസഭ, നമ്മൾ ലോകസഭയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, 550ഓളം ആളുകൾ അടങ്ങുന്ന സംവിധാനമാണ് ലോകസഭ എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ രാജ്യത്ത് 2 സഭകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതായത് നിയമനിർമ്മാണത്തിന് നമ്മൾ ബ്രിട്ടീഷുകാരുടെ സിസ്റ്റം, ബ്രിട്ടീഷുകാരുടെ നാട്ടിലുള്ളത് ഹൗസ് ഓഫ് ലോർഡ്സും ഹൗസ് ഓഫ് കോമൺസും ആണ്. അപ്പോൾ ഹൗസ് ഓഫ് ലോർഡ്സും ഹൗസ് ഓഫ് കോമൺസും അവരുടെ നാട്ടിലുള്ളത് പോലെ നമ്മുടെ നാട്ടിൽ ലോകസഭയും രാജ്യസഭയും ആണുള്ളത്. ഇപ്പോൾ ലോകസഭയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി എന്താണ് ലോകസഭ, എങ്ങനെയൊക്കെ അവിടെ മെമ്പർമാരാകാം, അതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, പിന്നീട് അവരുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതുപോലെ രാജ്യസഭ എന്താണ്, അവരുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെ മെമ്പർ ആവാം, എത്ര വർഷമാണ് അവരുടെ കാലാവധി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, രാജ്യസഭ എന്താണെന്നുള്ളത്. അപ്പോൾ രാജ്യസഭൻ്റെ മറ്റൊരു പേരാണ് കൗൺസിൽ ഓഫ് ദി സ്റ്റേറ്റ്. അതായത് ഓരോ സ്റ്റേറ്റുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളെ കേരളം, തമിഴ്നാട്, കർണാടക പോലെ ഓരോ സ്റ്റേറ്റുകൾ ഉണ്ടാകും. ആ സ്റ്റേറ്റുകളുടെ ഒക്കെ സഭയായിട്ട് അറിയപ്പെടുന്നതാണ് രാജ്യസഭ എന്നുള്ളത് കേട്ടോ. അപ്പോൾ രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ സഭ എന്ന പേരിൽ അറിയപ്പെടുന്ന സംവിധാനമാണ് രാജ്യസഭ. ഇനി രാജ്യസഭ നമ്മുടെ പാർലമെൻ്ററി വ്യവസ്ഥയിൽ പാർലമെൻറ്റിൻ്റെ അപ്പർ ഹൗസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. രാജ്യസഭയിൽ പ്രധാനമായിട്ടും 250 മെമ്പർമാരാണ് രാജ്യസഭയിൽ നിലവിലുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതി അനുസരിച്ച് ഇന്ന് 250 മെമ്പർമാരാണുള്ളത്. അതിൽ 238 മെമ്പർമാർ നമ്മുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരാണ് രാജ്യസഭയിൽ. ഓക്കെ, കേരളത്തിൽ നിന്ന് 9 പേരാണ് രാജ്യസഭയിൽ ഉണ്ടാവുക. ദെൻ അങ്ങനെ കേരളത്തിൽ നിന്ന് 9 പേര്, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്ത അംഗങ്ങളൊക്കെ ആയിട്ട് ഏകദേശം 250ഓളം പേര്, 238ഓളം പേരാണ് രാജ്യസഭയിൽ ഉണ്ടാവുക. ബാക്കി 12 പേരെ ഇന്ത്യയുടെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ രാജ്യത്ത് കായിക മേഖലയിൽ അല്ലെങ്കിൽ കലാ മേഖലയിൽ, ശാസ്ത്രം, സാഹിത്യം ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളെ പ്രസിഡന്റ് എന്ത് ചെയ്യാം, പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും, 12 പേരെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന്, കല, കായിക, സാമൂഹിക അല്ലെങ്കിൽ സാഹിത്യ മേഖലകളിൽ നിന്നൊക്കെ ഈ രാജ്യസഭയിലോട്ട് നോമിനേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. 12 പേരെ. നമ്മുടെ ക്രിക്കറ്റ് താരമായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ഈ ഒരു രീതിയിൽ മുൻപ് നമ്മുടെ രാജ്യസഭയിലൊക്കെ മെമ്പർമാരായിരുന്നു. സുരേഷ് ഗോപി ഇപ്പോൾ മന്ത്രിയാണ്. ഇപ്പോൾ അദ്ദേഹം തൃശ്ശൂരിൽ നിന്നുള്ള MP ആണ്. അതിന് മുൻപ് അദ്ദേഹം MP ആയിരുന്നു. അപ്പോൾ ഇതുപോലെ MP ആയതായിരുന്നു അദ്ദേഹം. അതായത് കലാമേഖലയിൽ നിന്ന് പ്രസിഡന്റിൻ്റെ നാമനിർദ്ദേശത്തിലൂടെ രാജ്യസഭയിൽ MP ആയി അദ്ദേഹം മാറിയിരുന്നു. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യസഭ എന്ന് പറയുന്നത് നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ്. അതായത് ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, 5ാമത്തെ ചാപ്റ്റർ പഠിക്കാനുണ്ട്. നമ്മുടെ ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് ഓരോ സ്റ്റേറ്റുകളായിട്ടൊരു ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്, രാജ്യത്തിന് മൊത്തത്തിൽ മറ്റൊരു ഗവൺമെൻറ്റും ഉള്ള സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഫെഡറലിസം എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ തന്നെ അടിസ്ഥാന യൂണിറ്റായിട്ട് രാജ്യസഭ എന്ന സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇനി ഒരു രാജ്യസഭയിലെ മെമ്പർ ആവാൻ എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ആണ് ഉണ്ടായിരിക്കേണ്ടത് എന്നതാണ്. നമ്മൾ മുമ്പ് ലോകസഭയിലെ മെമ്പർ ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിരുന്നു. അതുപോലെ രാജ്യസഭയിലെ മെമ്പർ ആവാനും ചില വ്യത്യസ്തമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. രാജ്യസഭയിലെ മെമ്പർ ആവാനുള്ള 1ാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹി ഷുഡ് ബി ഇന്ത്യൻ സിറ്റിസൺ, അല്ലെങ്കിൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരനാവുക എന്നുള്ളതാണ്. അപ്പോൾ രാജ്യസഭയിൽ മെമ്പർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇന്ത്യക്കാരനായിരിക്കണം. ദെൻ മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് 30 years ഓഫ് ഏജ്, 30 വയസ്സുണ്ടായിരിക്കണം. നമ്മൾ ലോകസഭേൻ്റെത് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് 25 വയസ്സായിരുന്നു. അപ്പോൾ രാജ്യസഭയിൽ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ 30 വയസ്സുണ്ടായിരിക്കണം. പിന്നെ മറ്റൊന്ന് പറയുന്നത്, ഒരു ലോകസഭാ മണ്ഡലത്തിന് മത്സരിച്ച് ജയിക്കാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം. അതായത് ഒരു ലോകസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള യോഗ്യതകളൊക്കെ ഉള്ള ആളെ മാത്രമേ രാജ്യസഭയിൽ എന്ത് ചെയ്യുള്ളൂ, മത്സരിപ്പിക്കാൻ പാടുള്ളൂ. ദെൻ പിന്നെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്, അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നോ ശമ്പളം പറ്റുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസിലുള്ള അംഗമോ ആയിരിക്കാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട യോഗ്യതാ മാർക്കായിട്ട് നിലവിലുണ്ട്.
പിന്നെ കൃത്യമായി ഒരു സൗണ്ട് പേഴ്സൺ ആയിരിക്കണം. സൗണ്ട് പേഴ്സൺ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് അവതരിപ്പിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടായിരിക്കണം രാജ്യസഭയിലെ മെമ്പറാകുന്ന അവസരത്തിൽ. പിന്നെ രാജ്യത്തിൻ്റെ കോടതികളിൽ, അതായത് ഏതെങ്കിലും കേസുള്ള ആൾ അല്ലെങ്കിൽ ഈ കോടതി മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരിക്കാനും പാടില്ല. ഇത്രയും യോഗ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പൗരത്വം എടുത്ത ആളാവാനും പാടില്ല. അതായത് ഇന്ത്യ രാജ്യത്ത് പൗരത്വം ഇല്ലാതെ മറ്റു രാജ്യത്ത് പൗരത്വം എടുത്ത ആളാണെങ്കിലും മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യക്കാരനായിരിക്കുക എന്നുള്ളതും ഒരു 30 വയസ്സായിരിക്കുക എന്നുള്ളതും രാജ്യത്തിൻ്റെ ലോകസഭാ മെമ്പറാവാനുള്ള യോഗ്യത ഉള്ള ആൾക്ക്, അല്ലെങ്കിൽ ഗവൺമെൻറ് സേവനങ്ങളിൽ ഇല്ലാത്ത ആൾക്ക്, ഇങ്ങനെ പറയുന്ന 5-6 ക്വാളിഫിക്കേഷൻസ് ഉള്ള, അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻസിലൂടെ രാജ്യസഭയിൽ എത്താൻ പറ്റുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റും, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാവുന്നതാണ്. ഇനി ഒരു രാജ്യസഭയുടെ ടേം എത്രയാണെന്നുള്ളതാണ്. ലോക്സഭയുടെ ടേം നമുക്കറിയാം 5 വർഷമാണ്. 5 വർഷം കൂടുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കും. പക്ഷേ രാജ്യസഭയുടെ ടേം, കാലാവധി എന്ന് പറയുന്നത്, രാജ്യസഭയ്ക്ക് അങ്ങനെ ഒഫീഷ്യലി ഒരു കാലാവധി ഇല്ല. ഓക്കെ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. രാജ്യസഭയ്ക്ക് ഒഫീഷ്യൽ കാലാവധി ഇല്ല. പകരം ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 ആളുകൾ രാജ്യസഭയിൽ മാറി മാറി വരുന്ന അവസ്ഥയാണുള്ളത്. അതായത് 6 വർഷം ആണ് ഇവരുടെ ഒരു ടേം എന്ന് പറയുന്നത്. ആ ടേം പൂർത്തിയായാൽ വീണ്ടും അവർക്ക് വേണമെങ്കിൽ രാജ്യസഭയിൽ മെമ്പർ ആവാവുന്നതാണ്. അപ്പോൾ രാജ്യസഭയ്ക്ക് ഒഫീഷ്യലായിട്ടൊരു കാലാവധി ഇല്ല. പകരം ഒരു സ്ഥിരം സഭയായിട്ടാണ് രാജ്യസഭ അറിയപ്പെടുന്നത്. സ്ഥിരം സഭ എന്ന് പറഞ്ഞാൽ രാജ്യസഭയിൽ ഹൗസ് ഓഫ് ദി സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ സ്റ്റേറ്റുകളുടെ സഭ എന്നുള്ള നിലയ്ക്ക് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ആളുകൾ ഓരോ 6 വർഷം കൂടുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പം അതിൽ 3/2 പേര് ഓരോ 2 വർഷം കൂടുമ്പോഴും മാറിക്കൊണ്ടിരിക്കും എന്നതുകൊണ്ട് തന്നെ സ്ഥിരം സഭയായിട്ടാണ് രാജ്യസഭ അറിയപ്പെടുന്നത്. ഇനി ലോകസഭയിലുള്ളതുപോലെ തന്നെയാണ് രാജ്യസഭയിലെ സെഷനുകളും നിലവിലുള്ളത്. ലോകസഭയിലെ രാജ്യസഭയിലെ സെഷനുകൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. സെഷനുകൾ എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലും ലോകസഭയിലൊക്കെ ഒരേപോലെയാണ് സെഷൻസ് നിലവിലുള്ളത്. അതായത് അവരുടെ നടപടിക്രമങ്ങൾ ഒരേ രീതിയിൽ തന്നെയാണ് നിലവിലുള്ളത്. ഇനി രാജ്യസഭയിലെ പ്രിസൈഡിങ് ഓഫീസർ, നമ്മൾ നേരത്തെ ലോകസഭയിലെ സ്പീക്കറെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ലോകസഭയിലെ സ്പീക്കറാണ് ലോകസഭയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ലോകസഭയിലെ സ്പീക്കർ ആയിരിക്കും എന്നത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ രാജ്യസഭയിൽ ആരായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രിസൈഡിങ് ഓഫീസർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രാജ്യസഭയിലെ പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി, അതായത് വൈസ് പ്രസിഡൻ്റ് ആയിരിക്കും. അദ്ദേഹമാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി രാജ്യസഭയുടെ ചെയർമാൻ അല്ലെങ്കിൽ രാജ്യസഭയുടെ പ്രിസൈഡിങ് ഓഫീസറായിട്ട് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ വൈസ് പ്രസിഡൻറ്റ്. അപ്പോൾ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻറ്റിനെയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻറ്റ് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. ചിലപ്പം പലർക്കും അറിയാൻ കഴിയില്ല, മറന്നുപോയിട്ടുണ്ടാകും. കൃത്യമായി കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ്, പ്രധാനമന്ത്രി, വൈസ് പ്രസിഡൻറ്റ്, പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. അപ്പം അതൊരു വർക്കായിട്ട് നിങ്ങൾ തന്നെ കണ്ടെത്തുക ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് രാജ്യസഭയുടെ ചെയർമാനായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളായിരിക്കില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കില്ല നമ്മുടെ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ രാജ്യസഭയുടെ ചെയർമാൻ അദ്ദേഹം ആയിരിക്കും. ഇനി രാജ്യസഭയുടെ പ്രവർത്തനങ്ങളിലൊക്കെ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള അധികാരവും അദ്ദേഹത്തിനുണ്ടാകും. ഓക്കെ, പിന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികളാണ് രാജ്യസഭയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. ഒന്നാമത്തെ ഡ്യൂട്ടി രാജ്യസഭയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇനി രാജ്യസഭയിൽ ഏതെങ്കിലും ബില്ലുകളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് വോട്ടെടുപ്പൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അത്തരം വോട്ടെടുപ്പിൻ്റെ സമയങ്ങളിൽ പ്രിസൈഡിങ് ഓഫീസറായി പ്രവർത്തിക്കുകയും ആ രീതിയിൽ വോട്ടെടുപ്പ് കണ്ടക്ട് ചെയ്യേണ്ടതും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. വൈസ് പ്രസിഡൻ്റാണ് രാജ്യസഭയുടെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത് രാജ്യസഭയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. രണ്ടാമത് രാജ്യസഭയിലെ പ്രിസൈഡിങ് ഓഫീസറായി പ്രവർത്തിക്കുകയും ആ പ്രിസൈഡിങ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് രാജ്യസഭയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. ഇനി ലോകസഭയിലെ സ്പീക്കർക്ക് എന്തെല്ലാം ചുമതലകളാണോ നിലവിൽ വരുന്നത്, അത്തരം ചുമതലകളെല്ലാം രാജ്യസഭയിൽ വൈസ് പ്രസിഡൻറ്റിൻ്റെ കൈവശവും ആയിരിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നത്. ഇനി രാജ്യസഭയിലെ മെമ്പർമാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നൽകുക. ഇനി മറ്റ് മെമ്പർമാരെ ആ സമയങ്ങളിൽ നിയന്ത്രിക്കുക. സഭയുടെ അച്ചടക്കം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്തരത്തിലുള്ള കടമകളെല്ലാം നിർവഹിക്കേണ്ടത് രാജ്യസഭയുടെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി പറയുന്നത് നമ്മുടെ
വൈസ് പ്രസിഡൻറ്റ്, അതായത് രാജ്യസഭയുടെ ചെയർമാൻ ഏതെങ്കിലും അവസരത്തിൽ രാജ്യസഭയിൽ വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ സമയത്ത് ഡെപ്യൂട്ടി ചെയർമാനായി മറ്റൊരു വ്യക്തി എന്ത് ചെയ്യണം, ആ സ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് പ്രിസൈഡിങ് ഓഫീസർ. രാജ്യസഭയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെക്കണം. പ്രിസൈഡിങ് ഓഫീസർ ലോകസഭയിൽ സ്പീക്കറാണ്, രാജ്യസഭയിൽ വൈസ് പ്രസിഡൻ്റാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് രാജ്യസഭ, രാജ്യസഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ രാജ്യസഭയുടെ അധികാരങ്ങൾ പറയുമ്പോൾ രാജ്യസഭ നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻ്ററി വ്യവസ്ഥയിലെ അപ്പർ ഹൗസായിട്ട് അറിയപ്പെടുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ലോകസഭയുടെ അത്രയും അധികാരങ്ങൾ രാജ്യസഭയ്ക്കില്ല, കാരണം അപ്പർ ഹൗസാണ്. പിന്നെ ലോകസഭയിൽ ഏകദേശം 550 മെമ്പർമാരുണ്ട്, രാജ്യസഭയിൽ 250 മെമ്പർമാരേ ഉള്ളൂ. പിന്നെ രാജ്യസഭ എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന സഭയല്ല, പകരം ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്തെ MLA തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, രാജ്യസഭയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പവറുള്ള വിഭാഗം എന്ന് പറയുന്നത് ലോകസഭയാണ്. എന്നാൽ രാജ്യസഭയ്ക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഫങ്ഷൻസ് നിർവഹിക്കാനുണ്ട്. അപ്പോൾ രാജ്യസഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ലോകസഭയുടെ അത്രത്തോളം അധികാരങ്ങൾ രാജ്യസഭയ്ക്കില്ല. പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് മണി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. മണി ബില്ല് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ബില്ലുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ ബില്ലുകളുടെ മേൽ യാതൊരുവിധ അധികാരവും ആർക്കില്ല, രാജ്യസഭയ്ക്കില്ല. വേണമെങ്കിൽ രാജ്യസഭയിൽ അത് അവതരിപ്പിക്കാം, പക്ഷെ അതിനെ എതിർത്ത് വോട്ട് ചെയ്യാനുള്ള അധികാരമൊന്നും രാജ്യസഭയ്ക്കില്ല. അപ്പോൾ മണി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാജ്യസഭയ്ക്ക് വലിയ അധികാരങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ മാറ്റം കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കണം. മണി ബില്ലിൽ ലോക്സഭക്കാണ് ഏറ്റവും കൂടുതൽ അധികാരം ഉണ്ടാവുക, രാജ്യസഭയ്ക്ക് എന്തുണ്ടാവില്ല, അധികാരങ്ങൾ ഉണ്ടാവില്ല. ഇനി ലോകസഭയിലുള്ള മറ്റ് വിഷയങ്ങളിലെല്ലാം, അതായത് ലോകസഭയിൽ വരുന്ന മറ്റ് വിഷയങ്ങളിലെല്ലാം കൃത്യമായ അധികാരം രാജ്യസഭയ്ക്കുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശയമായിട്ട് പറയുന്നത്. ഓക്കെ. ഇനി രാജ്യത്തിൻ്റെ ഓർഡിനറി ബില്ല് അഥവാ സാധാരണ ബില്ലുകൾ അത് ലോകസഭയിൽ അവതരിപ്പിച്ചു, ലോകസഭയിൽ പാസ്സായി കഴിഞ്ഞാൽ രാജ്യസഭയിൽ അവതരിപ്പിക്കും. രാജ്യസഭയിൽ പാസ്സായില്ലെങ്കിൽ അതിൽ ആ ബില്ല് രാജ്യത്ത് നിയമമായി മാറാൻ കഴിയൂല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ലോകസഭയെപ്പോലെ രാജ്യസഭയ്ക്കും മറ്റ് ബില്ലുകളിൽ, അതായത് മണി ബില്ല് അല്ലാത്ത നോൺ മണി ബില്ലുകളിലെല്ലാം കൃത്യമായ അധികാരമുണ്ട് എന്നുള്ളതാണ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി ലോകസഭ ഏതെങ്കിലും ഒരു ബില്ല് പാസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബില്ല് 6 മാസത്തിനുള്ളിൽ ചർച്ചക്കെടുത്ത് അതിൽ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത് രാജ്യസഭയുടെ കടമയാണ്. ഇനി രാജ്യസഭയിലും ലോകസഭയിലും ഒരു ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഒരു സഭ അംഗീകരിച്ചു, മറ്റേ സഭ അംഗീകരിക്കാത്ത പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത്തരം അവസരത്തിൽ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിന് എന്ത് ചെയ്യാം, ലോകസഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനം, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യുക, സംയുക്തമായിട്ട് അതിൽ വോട്ടെടുപ്പ് നടത്തുക. അങ്ങനെ സംയുക്ത സമ്മേളനം നടത്തിയിട്ട് അതിൽ നിന്നാണ് പിന്നീട് തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ. അതിനുള്ള ചുമതല അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം, സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനാണ് നിലവിലുള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കുക. ഇനി എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക എന്നതിൽ ലോകസഭയുടെ അത്രയും തന്നെ അധികാരം രാജ്യസഭയ്ക്കില്ല. അതായത് മന്ത്രിമാരെ അല്ലെങ്കിൽ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ നിയന്ത്രിക്കുന്നതിന് രാജ്യസഭയ്ക്ക് അധികാരങ്ങൾ കുറവാണ്. അതിനോട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാജ്യത്തിലെ മന്ത്രിമാർ എപ്പോഴും ലോകസഭയുമായി ബന്ധപ്പെട്ടവരായിരിക്കും എന്നുള്ളതാണ്. ലോകസഭയിലെ കാര്യങ്ങളാണ് മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന രാജ്യത്തിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ മന്ത്രിമാർ നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ ലോകസഭയും രാജ്യസഭയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ ലോകസഭക്കാണ് ഉണ്ടാവുക എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി രാജ്യസഭയ്ക്ക് അവിശ്വാസ പ്രമേയത്തെ എതിർത്തോ അനുകൂലിച്ചോ വോട്ട് ചെയ്യുന്നതിനുള്ള അധികാരം നിലവിലില്ല. അതായത് രാജ്യത്ത് ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടിയായിരിക്കും ഭരണത്തിനുണ്ടാവുക. അപ്പം അവിടെ ലോകസഭയിൽ പലപ്പോഴും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതായതുകൊണ്ട് പലപ്പോഴും അവിടെ അവിശ്വാസ പ്രമേയം, അതായത് ഏത് ഗവൺമെൻറ്റിനും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഭൂരിപക്ഷം നഷ്ടപ്പെട്ടേക്കാം. അതുമായി ബന്ധപ്പെട്ട അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിനുള്ള അധികാരം ലോകസഭയ്ക്ക് മാത്രമേ ഉള്ളൂ. രാജ്യസഭയ്ക്ക് അവിശ്വാസ പ്രമേയത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള അധികാരമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഈ കാര്യത്തിൽ രാജ്യസഭയും ലോകസഭയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുണ്ട്. ഇനി പക്ഷേ ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ രാജ്യസഭയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട രീതിയാണ്
സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന വിഭാഗം എന്ന നിലയിൽ രാജ്യസഭയ്ക്ക് ചില പ്രത്യേക അധികാരങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അധികാരമുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ലോകസഭയെ പോലെ രാജ്യസഭയ്ക്കും അധികാരങ്ങളുള്ള ചില വിഷയങ്ങളുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളെ മറ്റേതെങ്കിലും ലിസ്റ്റിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ അധികാരം ലോകസഭയെ പോലെ രാജ്യസഭയ്ക്കും ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. അതായത് നമ്മുടെ നാട്ടിൽ തീരുമാനമെടുക്കാൻ പറ്റുന്ന വിഷയങ്ങളെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3 ലിസ്റ്റുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുക കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും. സ്റ്റേറ്റ് ലിസ്റ്റിൽ കാര്യങ്ങൾ തീരുമാനമെടുക്കുക ഓരോ സംസ്ഥാന ഗവൺമെൻറ്റുകളായിരിക്കും. കൺകറൻറ്റ് ലിസ്റ്റിൽ 2 ഗവൺമെൻറ്റുകൾക്കും തീരുമാനമെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഷയങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പം കൺകറൻറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളോ സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളോ യൂണിയൻ ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം രാജ്യസഭയ്ക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രാജ്യസഭ എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ രാജ്യസഭ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു, രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഏത് രീതിയിലാണ് രാജ്യസഭയെ നിയന്ത്രിക്കേണ്ടത് അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി രാജ്യസഭയുടെ പവേഴ്സിനെ കുറിച്ചും പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.